എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വചനങ്ങൾ കേൾക്കുകയും ഈ വചനങ്ങൾ വിശ്വസിക്കുകയും ഇതേറ്റെടുക്കുകയും ഈ വചനത്തോട് അനുസരണം കാണിക്കുകയും ദൈവത്തിൻ്റെ വിശുദ്ധ വഴിയിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുമ്പോൾ തിരുവചനം പറയുന്നു, നിങ്ങൾ ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ പാറമേൽ വീട് പണിയുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പണിയുകയാണ്. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ പണിതതാകൊണ്ട് അത് വീണില്ല. എന്നാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. ദൈവത്തിൻ്റെ വചനം തള്ളിക്കളയുന്നവരെ, ദൈവത്തിൻ്റെ വചനത്തെ പുറകിൽ എറിഞ്ഞു കളയുന്നവരെ, നിങ്ങളും നിങ്ങളുടെ ജീവിതത്തെ പണിയുകയാണ്. ഒരു മനുഷ്യൻ മണലിന്മേൽ വീട് പണിതതുപോലെയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പണിയുന്നത്. യേശു പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവമില്ലാതെ, ദൈവാശ്രയമില്ലാതെ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വിജയമെന്ന് പറയുന്നത് ഇവിടെ കുറെ സമ്പത്തുണ്ടാക്കുന്നതാണോ? നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ദൈവം അനുവദിക്കപ്പെട്ട സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നത്തെ നിങ്ങൾ അറിയുക എന്നുള്ളതാണ് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പാപമാണ്. പാപത്തിൻ്റെ പരിണിത ഫലമായി മരണം നിങ്ങളെ വാഴാൻ പോവുകയാണ്. ഏതു നിമിഷവും മരണം നിങ്ങളെ കീഴ്പ്പെടുത്താൻ പോവുകയാണ്. എന്നാൽ ഈ പ്രശ്നം പരിഹരിക്കുവാൻ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ഈ താണഭൂമിയിലേക്ക് അയച്ചു. നിങ്ങളെ രക്ഷിക്കുവാൻ ഒരു രക്ഷകൻ വന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ സത്യം അറിയുകയും നിങ്ങൾ ഈ വചനത്തെ വിശ്വസിച്ച് ഏറ്റെടുക്കുകയും ചെയ്താൽ, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പാറമേൽ പണിയുന്നവരാകും. എന്നാൽ ഈ വചനങ്ങളെ തള്ളിക്കളഞ്ഞാൽ, ഈ വചനം അനുസരിച്ചില്ലേലും ഇവിടെ ജീവിക്കാം എന്ന് ചിന്തിച്ച് നിങ്ങൾ മുൻപോട്ട് ചുവട് വെച്ചാൽ, പ്രിയപ്പെട്ടവരെ, വൻമഴ ചൊരിയുമ്പോൾ, കാറ്റടിക്കുമ്പോൾ അത് രണ്ടു വീട്ടിലും അലച്ചു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. മണലിന്മേൽ വീട് പണിത മനുഷ്യൻ്റെ മേൽ അത് വന്നപ്പോൾ ആ വീട് വീണു എന്നും അവൻ്റെ വീഴ്ച വലിയതായിരുന്നു എന്നുമാണ് യേശു പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, എത്ര പേർ ഇന്ന് പകൽ വചനത്തോട് പ്രതികരിക്കും? എത്ര പേർ ഇന്ന് പകൽ വചനത്തോട് അനുസരണം കാണിക്കും? ദൈവം പറഞ്ഞു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് കൽപ്പനകളുടെ വഴിയാണ്, ഇത് വിശുദ്ധ വഴിയാണ്. ദൈവം നമുക്ക് ചില ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്. വേർപാടും വിശുദ്ധിയും ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യന്താപേക്ഷിതമാണ്. ഇത് ഇടുക്കവും ഞെരുക്കമുള്ള വഴിയാണ്. ഇത് നിത്യതയിലേക്കുള്ള വഴിയാണ്. ഈ ലോകത്തിലെ സകല മനുഷ്യരും ജീവിക്കുന്ന പോലെ ജീവിപ്പാൻ നമുക്ക് കഴിയുകയില്ല. ഇത് ദൈവത്തിൻ്റെ വഴിയാണ്. ദൈവവചനത്തോട് പ്രതികരിക്കുന്നവരാകാം. ദൈവവചനത്തെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരാകാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.